ഹലോ ഫാസിക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗീസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024 എക്സ്പീരിയൻസ്. ഓക്കെ ഗീസ്, അപ്പോൾ നമ്മളിന്ന് 2024 നമ്മുടെ എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. ഇതെൻ്റെ ഫ്രണ്ടാണ് അഞ്ജലി സുരേഷ്. ആൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദെൻ നമുക്ക് ആദ്യമേ അതിഥേവ ഭവാനാണല്ലോ, നമുക്ക് അഞ്ജലിയോട് ചോദിക്കാം അഞ്ജലിയുടെ 2024 എങ്ങനെ ഉണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2024 എക്സ്പീരിയൻസ് വീഡിയോ ആണ്. 25 അറിയാം, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അത് തന്നെ പറയുന്നു. പിന്നെ 2024 എൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ തികച്ചും വളരെ മോശം എന്നിത് പറയാം. കാരണം കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് മോശം കാര്യങ്ങളായിട്ടാണ് സംഭവിച്ചത്. എനിക്കൊട്ടും ഒരു സന്തോഷം ഈ വർഷത്തിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ. യെസ്, എൻ്റെ 2024 കുറിച്ച് പറയുകയാണെങ്കിൽ ബോർ വർഷമായിരുന്നു. ഇനി ഒരിക്കലും വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷം കൂടെയാണ് 2024. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വർഷമാണ് 2024. അത്യാവശ്യം മരിച്ച വർഷമാണ് 2024. പിന്നെ എൻ്റെ സ്കൂൾ ലൈഫിൽ നിന്ന് ഞാൻ കോളേജ് ലൈഫിലോട്ട് മാറിയൊരു വർഷമാണ് 2024. അത് സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് അതേസമയം സങ്കടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ മാറി നിൽക്കുന്ന ഒരു വർഷമാണ് 2024. അവിടെ ചെന്നപ്പോൾ ആണെങ്കിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നൊരു വർഷമാണ് 2024. കോളേജിൽ ഹോസ്റ്റലിൽ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറേ കരഞ്ഞിട്ടുള്ളൊരു വർഷമാണ് 2024. എൻ്റെ ലൈഫിൽ ഇനി ഒരിക്കലും വരരുതെന്ന് ഞാൻ അനുഗ്രഹിക്കുന്ന ഒരു വർഷവും കൂടെയാണ് 2024. പിന്നെ നമ്മുടെ വയനാട്ടിലെ ആ ഒരു ദുരന്തം അങ്ങനെ സത്യം പറഞ്ഞാൽ 2024 കൊള്ളത്തില്ലാത്തൊരു വർഷമായിരുന്നു എന്നെ സംബന്ധിച്ചിട്ടോ. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കും എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ച് കൊള്ളത്തില്ലാത്തൊരു വർഷമായിരുന്നു. പിന്നെ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ +2 പാസ്സായത് നല്ല മാർക്കോടെ തന്നെ +2 പാസ്സായിട്ടുണ്ടായിരുന്നു. വലിയ മോശമൊന്നും ഇല്ലാത്ത നല്ല മാർക്കോടെ തന്നെ +2 പാസ്സായി. പിന്നെ അത്യാവശ്യം നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ സന്തോഷവും സങ്കടമുള്ളൊരു വർഷമായിരുന്നു 2024. എന്നാലും കൂടുതലും സങ്കടം തന്നെയായിരുന്നു. ഞാൻ ഡൗൺ ആയിട്ട് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ നന്നായിട്ട് ഡൗൺ ആയിപ്പോയ ഒരു വർഷമായിരുന്നു 2024. അത്രേ ഉള്ളൂ 2024 കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു 2024 താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ഗീസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ 2024 എക്സ്പീരിയൻസ്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കില്ലല്ലോ നിങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളെ തീർച്ചയായും കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ ഓക്കെ ഗീസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഓക്കെ ഗീസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും വരെ ടാറ്റാ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗീസ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ ടാറ്റാ.